ഡയറ്റിൽ നമുക്ക് ഒരുവിധപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഹെൽത്തി ആയിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും നഷ്ടപ്പെടാണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കും കൂടി കഴിക്കാൻ പറ്റിയാൽ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം, ഒനിയൻ, പിന്നെ നമ്മുടെ ക്യാബേജ്, ക്യാരറ്റ് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പച്ചക്കറികളുണ്ടെങ്കിൽ അതും എടുത്തോളൂ കേട്ടോ. അതിനുശേഷം ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. പറഞ്ഞു തരണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ടത് ഷുഗറും ഓയിലുമാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് ഈ പച്ചക്കറികളെല്ലാം അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് പിന്നെ അതിന് ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇടുക. പിന്നെ ഇതിനകത്ത് അധികം വേവുള്ള പച്ചക്കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് 2 മുട്ട പൊടിച്ചൊഴിക്കുക. മുട്ടയും നമ്മുടെ ഡയറ്റിൽ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമല്ലോ. അതിനുശേഷം അതിനകത്തേക്ക് ഈ മിക്സ് ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ചിങ്ങനെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ, പാൽ ഉപയോഗിക്കേണ്ട. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെ ഒരു ഇച്ചിരി ഓയിൽ ഒഴിക്കുക. കാരണം ആ മുട്ടയുടെ മിക്സ് അതിനകത്ത് പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ മിക്സ് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വെക്കുക സിമ്മിലിട്ടിട്ട്. അതിനുശേഷം അത് തുറന്ന് നല്ലോണം സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. നല്ലോണം ഹാർഡായിട്ട് തന്നെ അതിനെ വേവിച്ചെടുക്കുക. കുറച്ചിങ്ങനെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണ്ട, നല്ല ഹാർഡായിട്ട് തന്നെ എല്ലാത്തിനെയും സ്ക്രാമ്പിൾ ചെയ്ത് നല്ലോണം വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു ഓയിലൊന്നും തൊടാതെയുള്ള ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്യുക. അതായത് നമ്മുടെ റോള് പോലെ അങ്ങനെ ഫില്ല് ചെയ്ത് ഒരു 2 എണ്ണമൊക്കെ മതി. രാവിലത്തേക്കോ വൈകുന്നേരത്തേക്കോ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുന്ന ഫുഡ് ഭയങ്കര ഇങ്ങനെ ഹാർഡായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റ് ഭയങ്കര ഹാർഡായിട്ട് തോന്നും. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇത് ട്രൈ ചെയ്ത് നോക്കണം.